ഞാൻ അങ്ങോട്ട് പോവാ, ചെന്നിട്ട് പറയാം. എന്താ എന്താ നന്ദുവിനെ പറ്റിയേ? പ്രഭ, പേടിക്കാനൊന്നുമില്ല. താൻ ടെൻഷൻ ആവണ്ട, ഞാൻ പോയിട്ട് വരാം. ഞാനും വരുന്നു സിന്ധു. അമ്മേ, അമ്മ വരണ്ട. ഞാനും അച്ഛനും കൂടി പോയിട്ട് വരാം. എന്റെ മോന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അഴിമതിക്കാരെ MLA എന്റെ കൂടെ വരണ്ട. അച്ഛാ, ഞാനിപ്പോ MLA ആയിട്ടല്ല നിക്കുന്നത്. എന്നെ താലി കെട്ടിയ നന്ദുന്റെ ഭാര്യയായിട്ടാ. നന്ദുന്റെ കാര്യത്തിൽ എനിക്ക് ഇടപെട്ടേ പറ്റൂ. ആരും എന്റെ കൂടെ വരണ്ട. രമേശിനോട് കാർ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് അച്ഛാ, ഈ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാൻ നിൽക്കാതെ കാറിന്റെ കീ ഞാൻ എടുക്കാം. അച്ഛാ വന്നേ. സിന്ധു ഇങ്ങനെ നിൽക്കല്ലേ, നമ്മുടെ മോന്റെ കാര്യമല്ലേ. ആദർശമൊക്കെ മാറ്റിവെച്ച് തൽക്കാലം ദേവികയുടെ കൂടെ ഒന്ന് ചെല്ല് സിന്ധു. ഹലോ ആന്റി. കെവിൻ മോനെ, നന്ദൻ എന്താ പറ്റിയേ? നിങ്ങൾ എവിടെയാ? ആന്റി, ഞാൻ ഓഫീസിലാ. കുറച്ച് വർക്ക് പെൻഡിങ് കിടപ്പുണ്ടായിരുന്നു. നന്ദനെ ഞാൻ കണ്ടില്ല. നന്ദൻ എന്തു പറ്റിയതാ? നന്ദൻ വഴിയിൽ ബോധം കെട്ട് കിടക്കുന്നു എന്ന് അവന്റെ അച്ഛന് ഫോൺ വന്നു. സിദ്ധു ദേവികയും കൊണ്ട് അങ്ങോട്ട് പോയിരിക്കുക. കെവിൻ ഒന്നും അറിഞ്ഞില്ലായിരുന്നോ? അയ്യോ ഇല്ല ആന്റി, ഒന്നും അറിഞ്ഞില്ല. ബോധം കെട്ട് കിടക്കുകയാണെന്നോ? നന്ദൻ എന്താ പറ്റിയേ? അല്ല, ഇനി ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞാണോ? ഒന്നും അറിയാൻ വയ്യ കെവിൻ. കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ ആകെ മനപ്രയാസത്തിലാ. കെവിനും അറിയാലോ ഒക്കെ. ആന്റി വിഷമിക്കാതെ, ഞാൻ അന്വേഷിക്കാം. ഞാനിപ്പോ തന്നെ പോവാം. അല്ല, നന്ദനെ കണ്ട ലൊക്കേഷൻ എവിടെന്നാ പറഞ്ഞേ? അതൊന്നും എനിക്കറിയില്ല കെവിൻ. ദേവികയും സിന്ധുവും കൂടി അന്വേഷിച്ചു പോയിരിക്കുക. ശരി ആന്റി, ആന്റി വിഷമിക്കാതെ ഞാൻ പോവാം. വേണ്ടത് ചെയ്യാം. ആ ശരി ആന്റി. വാടാ സിദ്ധാർത്ഥ് സാറ്. എന്നെ ആരാ വിളിച്ചിരുന്നു? എന്റെ മോൻ ബോധമില്ലാതെ കിടക്കാണെന്ന് പറഞ്ഞിട്ടാ. ഞാനാ സാറേ വിളിച്ചത്. അയാളും കിട്ടിയില്ലേ? ഇല്ല, എത്തിയില്ല. ഒരു മാഡം എന്ന് കൂട്ടിക്കൊണ്ട് പോയല്ലോ. മാഡോ? അതെ സാർ. ഞങ്ങൾ കരുതി MLA പറഞ്ഞ അയച്ച ആളാണെന്ന്. ഇല്ല, ഞാൻ സാറിനെ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ മാഡം വന്നായിരുന്നു. ചോദിച്ചിട്ടൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞതുമില്ല. ആരാ വന്നെന്ന് പേരെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ അങ്ങ് എത്തിക്കാണും. അതെ, സാറ് MLA വീട്ടിലെത്തുമ്പോ അവരും അവിടെ ഉണ്ടാവും. ചന്ദ്രോത്തേക്കാ പോണെന്ന് പറഞ്ഞത്. അപ്പോ സാറിനെ അവർ വിളിച്ചില്ലായിരുന്നോ? ഏയ് ഇല്ല. താങ്ക്സ്. ശരി എന്നാ. ശരി സാർ. ശരി.
നന്ദ നന്ദ വാ വാ വന്നേ ഇറങ്ങ വാ പതുക്കെ ഋഷി ഋഷി ഞാൻ ശരി കണ്ടു. ശരി ഞാൻ കണ്ടു നീ വാ അത് ഋഷിയാ? വീടെത്തി വാ മോനെ അയ്യോ നന്ദ പതുക്കെ. മോനെ അയ്യോ ഇസബല്ല നന്ദന് എന്താ പറ്റിയത്? ആന്റി ഞാൻ പറയാം ഋഷി ഋഷി എന്താ ഋഷി മോനെ? നന്ദ ഒന്നുമില്ല ആന്റി ഒന്നുമില്ല ഞാൻ പറയാം അമ്മേ ഋഷി നന്ദ നന്ദ ആന്റി നന്ദൻ ഇത്രയും മദ്യപിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വെളിവുകേടാ അല്ല ആന്റി ടെൻഷൻ ആവണ്ട നന്ദന് കുടിക്കാൻ ഇത്തിരി ചൂടുവെള്ളം എടുക്കും എന്താ വാ മോനെ നടക്ക നടക്കേ സൂക്ഷ എടുക്കുന്നില്ലല്ലോ. മോനെ കുടിക്കേ എന്താ കുടിക്ക് കുടിക്കേ മോളെ എന്താ സംഭവിച്ചത്? ഒന്ന് തെളിച്ചു പറ. ഞാൻ പറഞ്ഞില്ലേ ആന്റി ഇത്തിരി കഴിച്ചതിന്റെ ആയിരിക്കും ഇതൊക്കെ. മോള് സിദ്ധുവിനെ ദേവികയൊന്നും കണ്ടില്ലേ? അങ്കിളും ദേവികയും നന്ദനെ തിരക്കി പോയതാണോ? അതെ മോളെ, എല്ലാവരും ആകെ പേടിച്ചു പോയി. ആന്റി ഒരു പ്രശ്നവും ഇല്ല, ആന്റി ടെൻഷൻ ആവാതെ. അപകടം എന്തെങ്കിലും പറ്റിയതാണോ മോളെ? ആന്റി നോക്ക്, നന്ദന്റെ ദേഹത്ത് വല്ല മുറിവ് ഉണ്ടോന്ന്. ഒന്നുമില്ലാന്നേ. എന്നെ പരിചയമുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ ചെന്നത്. അവിടെ എത്തിയപ്പോഴാ മനസ്സിലായത് മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണെന്ന്. വേറൊരു പ്രശ്നവുമില്ല. ഞാൻ അപ്പോഴേ നന്ദനെ കാറി കയറ്റി ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാ ഒരു സമാധാനമായത്. മോനെ, നിന്റെ ഈ കയ്യിൽ തിരുമേനി കെട്ടി തന്ന ചരടെവിടെ? എനിക്കറിയില്ല അമ്മേ. ഇവനൊന്ന് ഓക്കെ ആവട്ടെ ആന്റി, എന്നിട്ട് ചോദിക്കാനല്ല. നന്ദൻ മദ്യപിക്കാത്ത ആളാ മോളെ. പിന്നിപ്പോ എന്തിനാ ഇവൻ മദ്യപിച്ചേ? ഋഷി അവനെ കൊല്ലും. ഒന്നുമില്ല. ഇതെന്താ മോളെ ഇത്? ഋഷിന്ന് നേരത്തെയും പറഞ്ഞല്ലോ. മദ്യത്തിന്റെ ലഹരിയില് നന്ദൻ ഓരോന്ന് വെറുതെ തോന്നുന്നതാ. അല്ല, അങ്ങനല്ല. നന്ദ റിലാക്സ്. ഞാൻ കണ്ടതാ. അവനെന്റെ പിന്നാലെ ഉണ്ട്. മോനെ, ആന്റി
നന്ദൻ ഏതൊക്കെയോ പഴയ കൂട്ടുകാരെ കണ്ടു. എന്നോട് പറഞ്ഞിരുന്നു ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവുമെന്ന്. ആ പാർട്ടിയിലായിരിക്കും ഇങ്ങനെ മദ്യപിച്ചത്. മദ്യപിച്ചപ്പോ ഉള്ളിലെ പേടിയും കുറ്റബോധവും ഒക്കെ പുറത്തു വന്നു. അതിന്റെ ലഹരിയില് ചുമ്മാ അങ്ങ് തോന്നി ഋഷി വന്നൂന്ന്. അല്ല, അങ്ങനല്ല. ഋഷിയെ കൊന്ന ഞാനല്ലേ? അപ്പോ എന്നോട് പ്രതികാരം ചോദിക്കാൻ വേണ്ടി വന്നതാ. അവനെന്നെ കൊല്ലും. ഇങ്ങനൊന്നും പറയല്ലേ. ഇനിയിപ്പോ ഒന്നും ചോദിക്കണ്ട. ആന്റി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയും വേണ്ട. നന്ദന് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും ഞാനുണ്ട് കൂടെ. എന്നാലും എന്റെ നന്ദൻ മദ്യപിച്ചിട്ടൊന്നും വരാറില്ല. അമ്മ, സോറി അമ്മ, മദ്യപിച്ചതിന് സോറി. ഇനിയില്ല. എന്തിനാ മോനെ നീ ആവശ്യമില്ലാത്ത ഓരോ ശീലങ്ങളൊക്കെ തുടങ്ങിയത്? അമ്മ സോറി, അമ്മ സോറി. അമ്മ വിഷമിക്കരുത്. ഇല്ല, ഇനിയില്ല. ഇനി ഞാൻ കള്ളു കുടിക്കില്ല. പക്ഷെ ഋഷി, അവനെ ഞാൻ കണ്ടതാ. എന്താ നന്ദ ഇത്? മോനെ ഋഷി നീ എവിടെ വെച്ചാ കണ്ടത്? അത് ഞാൻ ബൈ റോഡിൽ കൂടെ നടന്നു വന്നപ്പോ അവനെന്നെ പിന്തുടർന്ന് വന്നതാ. എനിക്കറിയാം അവനെന്നെ കൊല്ലാനാ വന്നേ. എന്നെ കൊല്ലും. എനിക്ക് പേടിയാ. ആന്റി, ഞാൻ നന്ദനെ മുകളിൽ കൊണ്ട് കിടത്താം. കഴിയുന്നതും അങ്കിളിനെ ഇന്ന് നന്ദനെ കാണാൻ സമ്മതിക്കണ്ട. നന്ദൻ ആവശ്യമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാ അത് കുഴപ്പോ. എന്തൊക്കെയാണോ ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ കൂടെ ഉണ്ട് ആന്റി. നന്ദന് വിഷമം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നന്ദനെ കൊണ്ടുപോയി കിടത്തട്ടെ? ശരി മോളെ. എനിക്കിടാ, എനിക്ക് വാ നന്ദ, വാ. നന്ദ പതുക്കെ. പതുക്കെ വാ, സൂക്ഷിച്ചു. അമ്മേ, നന്ദു വന്നുല്ലേ? അവിടെ അന്വേഷിച്ച് ചെന്നപ്പോ ഒരു സ്ത്രീ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. നിങ്ങൾ സമാധാനിക്കുക. ഈശ്വരൻ സഹായിച്ച അവന് കുഴപ്പമൊന്നുമില്ല. ഇസബല്ലേ അവനെ കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മൾ പേടിച്ചതുപോലെ അവന് വേറെ പ്രശ്നമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ അവൻ ബോധം കെട്ട് വിടന്ന് പറഞ്ഞതാ. അത് അവൻ മോളിലുണ്ടോ? ഞാൻ അവനെ ഒന്ന് കാണട്ടെ. സിദ്ധു, ഞാൻ പറയാം.
സിദ്ധു ഇപ്പം അങ്ങോട്ട് പോണ്ട. അവൻ ഇത്തിരി മദ്യപിച്ചിട്ടുണ്ട്. നന്ദു മദ്യപിച്ചെന്നോ? എന്തോ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു എന്ന്. ഇസബെല്ല അവന്റെ കൂടെ ഉണ്ട്. അവനെ സമാധാനിപ്പിക്കുക. അവന്റെ ഏതൊക്കെയോ കൂട്ടുകാരുമായി ചേർന്ന് മദ്യപിച്ചു എന്നാ ഇസബെല്ല പറഞ്ഞ്. അതിന്റെ ചില ബുദ്ധിമുട്ടുകളിൽ അങ്ങനെ നടന്നു വരുമ്പോ അവന് വെറുതെ ഓരോന്ന് തോന്നിയെന്നോ. എന്ത് തോന്നിയെന്ന്? അല്ല അത് എന്താ അമ്മ ഒന്ന് വ്യക്തമായിട്ട് പറ. മദ്യത്തിന്റെ ലഹരിയില് മരിച്ചുപോയ ഋഷിയുടെ പ്രേതത്തെ കണ്ടു അത്രേ. മരിച്ചുപോയ ഋഷിയോ? ഋഷി മരിച്ചു ആരാ പറഞ്ഞത്? ഋഷി മരിച്ചു എന്നാണോ അമ്മ ഈ പറയുന്നേ? അല്ല, ഋഷി മരിച്ചിട്ടുണ്ടാകുമെന്നൊക്കെ ഓരോ വാർത്തകൾ അവിടെ എവിടെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതൊക്കെ കൂടി മനസ്സിൽ കിടന്നു കാണും. ആരെയോ കണ്ടപ്പോ ഋഷിന്ന് തോന്നിയതായിരിക്കും. എന്തായാലും ഞാൻ അവനെ ഒന്ന് കാണട്ടെ. സിദ്ധു വേണ്ട, അവന് നല്ല കുറ്റബോധമുണ്ട്. മദ്യപിച്ചൊന്ന് അച്ഛൻ അറിഞ്ഞൊന്ന് മനസ്സിലായ അവന് വിഷമാവും. സിദ്ധു ഒന്നും ചോദിക്കണ്ട. വേണ്ട, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഓരോരുത്തരും അവർക്ക് തോന്നും പോലെ നടക്കട്ടെ. നേരും നെറിയില്ലാത്ത മുതലാളിമാർക്ക് വേണ്ടി നാടനെ നശിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നവർ അത് ചെയ്യട്ടെ. കള്ളു കുടിച്ച് വഴിയിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നവർ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെയൊന്നും കുറ്റപ്പെടുത്താതെ സിദ്ധു. ഞാൻ അങ്ങനെ പറയൂ. ഈ വീടിനൊരു പേരുണ്ടായിരുന്നു. ചന്ദ്രോത്തിനോട് നാട്ടുകാർക്ക് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് അത് നശിപ്പിച്ചു. മോള് വിഷമിക്കണ്ട. കൃത്യമായ ഒരു അവസരം വരട്ടെ. സിദ്ധുവിനോട് ഞാൻ പറയാൻ കാര്യങ്ങള്. വേണ്ടമ്മേ, അത് കഴിഞ്ഞു. അത് വിട്ടേക്ക്. സത്യങ്ങളൊക്കെ പറഞ്ഞ് ഈ വീടിന്റെ അന്തരീക്ഷം ഇനിയും വഷളാക്കണ്ട. പോട്ടെ, ഒക്കെ ഞാൻ സഹിച്ചോളാം. എനിക്ക് പറയേണ്ടത് ഇസബെല്ല എങ്ങനെ നന്ദുവിന്റെ അടുത്ത് എത്തിയെന്നാ. നന്ദു ബോധം കെട്ട് കിടക്കുന്നു അവളെ ആരാ വിളിച്ചു പറഞ്ഞേ? അതുമല്ല, നന്ദുനെ ഇവിടെ എത്തിച്ചിട്ട് അവൾ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അവരൊക്കെ കൂട്ടുകാരല്ലേ. അതറിയാവുന്ന ആരോ വിളിച്ച് പറഞ്ഞതായിരിക്കും മോളെ. ഇസബെല്ല ചെയ്തതൊരു നല്ല കാര്യമല്ലേ. അവളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നന്ദന് വേണ്ടി അവള് ബുദ്ധിമുട്ടിയില്ലേ? നന്ദ, AC കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഉറങ്ങിക്കോ. ദേവിക വന്നോ? ദേവിക, നന്ദു ജസ്റ്റ് ഉറങ്ങിയതേ ഉള്ളൂ, ഉണർത്തണ്ട. ഇസബെല്ല,
നന്ദുവിന്റെ കാര്യത്തിൽ ഇസബെല്ല ബുദ്ധിമുട്ടണ്ട. നന്ദു 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 എന്റെ പൊന്നു ദേവികയെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? എത്ര ബുദ്ധിമുട്ടിയാ ഞാൻ നന്ദനെ ഉറക്കിയെന്ന് അറിയാവോ? ബെല്ല ബെല്ല നന്ദ ഞാൻ ഇവിടെ ഉണ്ട്, ഉറങ്ങിക്കോ. ദേവി 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 സോറി. നന്ദ അധികം സംസാരിക്കണ്ട, കിടന്നോ, ഉറങ്ങിക്കോ. നന്ദു നന്ദുന് എന്താ പറ്റിയേ? നന്ദു എന്തിനാ മദ്യപിച്ചേ? നന്ദനെ ഇങ്ങനെ ചോദ്യം ചെയ്യല്ലേ ദേവിക.